ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിട്ടും ആർക്കും പ്രയോജനമില്ലാതെ കോട്ടയം ഐമനത്തെ ഇൻഡോർ സ്റ്റേഡിയം കാട് കയറി നശിക്കുന്നു. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 5 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ തറയും ഭിത്തിയും എല്ലാം തകർന്ന നിലയിലാണ്. നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നതായി പരാതി ലഭിച്ചിട്ടും ഒരു നടപടിയും ഇല്ല. പ്രേമികൾക്ക് ഏറെ പ്രതീക്ഷകൾ സമ്മാനിച്ച ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണിത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ കായിക മന്ത്രി EP ജയരാജൻ തിരക്കിട്ട് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞെങ്കിലും ഒരു കായിക താരത്തിന് പോലും സ്റ്റേഡിയം കൊണ്ട് പ്രയോജനമുണ്ടായില്ല. മാത്രമല്ല, പണി പൂർത്തിയാക്കി മാസങ്ങൾക്കുള്ളിൽ സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്തെ 3 കവാടങ്ങളുടെയും തൂണുകൾ വളഞ്ഞ തറ കെട്ടിടത്തിൽ നിന്ന് വേർപെട്ടു. നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നതായി ആരോപിച്ച് പഞ്ചായത്ത് അംഗം വിജിലൻസിന് പരാതി നൽകിയെങ്കിലും അതിലും ഒരു നടപടിയും ഉണ്ടായില്ല. തീർച്ചയായിട്ടും അഴിമതി അന്വേഷിക്കാനാണ് 2022 ജൂണിൽ ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. അതിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 7 മാസങ്ങൾക്ക് ശേഷമാണ് മൊഴിയെടുത്തത്. എന്നിട്ടും ഇത് സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളിലും 80 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആരോപണം. കിഫ്ബി മുഖേന 5 കോടിയിലധികം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണ പ്രവർത്തനം. സ്പോർട്സ് കൗൺസിലിന്റെ മേൽനോട്ടത്തിൽ കിറ്റ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി എത്രയും വേഗം സ്റ്റേഡിയം തുറന്നു നൽകണമെന്നാണ് ജില്ലയിലെ കായിക താരങ്ങളുടെ ആവശ്യം. ഒപ്പം നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കോട്ടയം.